ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയ ഇടത്തു നിന്നാണ് ഞാൻ വീണ്ടും തുടങ്ങുന്നത്. നമ്മൾ ഇന്നലെ യൂട്യൂബിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് അതിൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് സബ് ഫോർ സബ്, അതായത് സബ്സ്ക്രിപ്ഷനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതായത് നമ്മളുടെ സബ്സ്ക്രൈബർ കൗണ്ട് വർദ്ധിപ്പിക്കണം, എങ്കിൽ മാത്രമേ വ്യൂസ് കൂടത്തുള്ളൂ. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ യൂട്യൂബ് വീഡിയോ ഇല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒരാൾ പോലും കാണില്ല. പതിയെ പതിയെ ഒരു ദിവസം കൊണ്ട് ഒരാൾ, ഇല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് 2 പേർ, അങ്ങനെയാണ് ഗ്രോ ആകുന്നത്. ഈ സബ്സ്ക്രൈബർ ഗ്രോ ആക്കാൻ വേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ വീഡിയോകളായിട്ട് ലഭ്യമാണ്. അതിൽ ഒന്നും തന്നെ പ്രാവർത്തികമായി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഗുണം ഉണ്ടാകുന്ന കാര്യമല്ല. ഓരോരുത്തരും ഓരോ രീതിയിൽ സബ്സ്ക്രൈബ് കൗണ്ട് കൂട്ടുന്നു. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് കരുതി അവർ അത് വീഡിയോ ആക്കി ഇടുന്നു. ഒരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം, ഒരു പക്ഷേ ഉപകാരപ്പെടാതിരിക്കാം. എന്തായാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ മതിയാകും. ഈ സബ്സ്ക്രൈബറെ കൂട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അതെങ്ങനെയാണ് കൂടുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മളൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ കോയിൻസിഡന്റലി ആരെങ്കിലും കണ്ടു എന്ന് കരുതുക. അപ്പോൾ ആ വ്യക്തി നമ്മൾ ഇട്ട തംബ്നെയിൽ വായിച്ചിട്ട് അതിൽ ഇംപ്രസീവ് ആയിട്ടാണ് നമ്മളുടെ വീഡിയോയിലേക്ക് വരുന്നത്. ആ വീഡിയോ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അദ്ദേഹം സബ്സ്ക്രൈബ് ചെയ്യും. ഇതുപോലുള്ള വീഡിയോകൾ തന്നെ ആയിരിക്കും ഇവിടെ നിന്ന് വരുന്നത്. നമുക്ക് നാളെയും ഗുണം ചെയ്യും എന്നുള്ള രീതിയിൽ അദ്ദേഹം അത് സബ്സ്ക്രൈബ് ചെയ്ത് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ അദ്ദേഹം ബെൽ ബട്ടണും അമർത്തി ഓളും ഒക്കെ അമർത്തും. ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ട് പുള്ളി അങ്ങ് പോകും. അപ്പോൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നോട്ടിഫിക്കേഷൻ ഒന്നും ലഭിക്കുന്നതല്ല. ലഭിക്കാതിരിക്കാം, റയർ ചാൻസസ് ആണ്. പക്ഷെ അദ്ദേഹം ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്തിരുന്നെങ്കിൽ എന്തിട്ടാലും അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുമായിരുന്നു. അതിന്റെ അൽഗോരിതം അനുസരിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത ആൾക്ക് ആ തരത്തിലുള്ള വീഡിയോകളായിരിക്കും നാളെ മുതൽ സജസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സജഷനിൽ നമ്മളുടെ വീഡിയോയും കാണും. നമ്മൾ പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതും കാണും. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നുകിൽ നമ്മളുടെ ഫോട്ടോ തംബ്നെയിൽ കാണും, ഇല്ലെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്ന സ്റ്റൈൽ അനുസരിച്ച് മനസ്സിലാകും, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മളുടെ ചാനലിന്റെ പേര് ഓർമ്മയുണ്ടായിരിക്കും. അദ്ദേഹം അതിൽ ക്ലിക്ക് ചെയ്യാം, മുമ്പോട്ട് പോകാം. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി വരും ഇതൊക്കെ ചെയ്യണം, ഓൾ ചെയ്യണം, ബെല്ലമർത്തണം എന്നൊക്കെ മനസ്സിലാകുമ്പോൾ ഒരു പക്ഷേ അമർത്തിയേക്കാം. അതാരും ചെയ്യാറില്ല. ഇപ്പൊ നമുക്ക് 1000 വ്യൂസ് ഉണ്ടെങ്കിൽ 10 സബ്സ്ക്രൈബർ പോലും കാണില്ല. ഒരു 100 പക്ക വീഡിയോ കണ്ട ആളുകൾ, മുഴുവനായിട്ട് കണ്ട ആളുകൾ വന്നെങ്കിൽ മാത്രമേ ഒരു 10 സബ്സ്ക്രൈബർ ലഭിക്കുകയുള്ളൂ. വളരെ ചാൻസസ് കുറവാണ്. പക്ഷെ നിങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അവർ നിങ്ങളെ മുമ്പോട്ട് ഫോളോ ചെയ്യുക തന്നെ ചെയ്യും. അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ സബ് ഫോർ സബ്, സബ്സ്ക്രൈബിന് പകരം സബ്സ്ക്രൈബർ. അത് യൂട്യൂബ് അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. യൂട്യൂബിന് മനസ്സിലായി കഴിഞ്ഞാൽ അത് ആ വീഡിയോ ബാർ ചെയ്യും. ആ വീഡിയോ തന്നെ അവർ എടുത്തു കളയും. പക്ഷേ എങ്കിലും ആളുകൾ ചെയ്യുന്നുണ്ട്. എന്താണ് അതിന്റെ ഗുണം എന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇവിടെ വന്ന് ഇതെല്ലാം കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം എന്ന് പറയുകയാണ്. ഒരു പക്ഷേ ആ ഒരു സബ്സ്ക്രൈബറെ കിട്ടേണ്ടത് കൊണ്ട് നിങ്ങൾ ചെയ്തേക്കാം, തിരിച്ച് ഒരാൾ ചെയ്യുമല്ലോ എന്ന് കരുതി. അതാണ് സബ് ഫോർ സബ് ഇല്ലെങ്കിൽ സബ് ടു സബ് എന്ന് പറയുന്ന കാര്യം. ഇവിടെ സംഭവിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ, ഇവിടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യം ചെയ്ത് 1000 സബ്സ്ക്രൈബർ ആയി എന്ന് തന്നെ കരുതുക. ഒരു ഗുണവുമില്ല. കാരണം അവരുടെ കണ്ടന്റ് അല്ല, അവർ ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് അല്ല നിങ്ങൾ ഇട്ടിരിക്കുന്നത്. എന്തിനാണ് അവരിട്ടത്? നിങ്ങൾ അങ്ങോട്ട് തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് അവർ ഇട്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എത്ര ആളുകളെ വേണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം. അതിന് ഒരു ലിമിറ്റ് ഒന്നും യൂട്യൂബ് പറയുന്നില്ല. അതുപോലെ നിങ്ങൾ 1000 ആളുകളെ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് 1000 ആളുകളുടെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇങ്ങോട്ടും വാങ്ങിക്കാവുന്നതാണ്. അതിനും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ 1000 സബ്സ്ക്രൈബർ കിടക്കുമ്പോൾ പോലും നിങ്ങൾ ഇടുന്ന വീഡിയോയ്ക്ക് 10 വ്യൂവേ കാണത്തുള്ളൂ. ഒരു ഗുണവും ഇല്ലാത്ത ഒരു പരിപാടിയാണ് ഈ 1000 സബ്സ്ക്രൈബർ എന്നുള്ളത്. പക്ഷെ ഒരു സമയത്ത് അത് ഗുണം ചെയ്യും. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 4000 വാച്ച് അവറായി. നാച്ചുറലി 4000 മണിക്കൂർ വാച്ച് അവർ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബർ ഉണ്ടായിരിക്കും. ഇനി അഥവാ ഇല്ല, ഒരു 10-20 സബ്സ്ക്രൈബർ കുറവാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആ സബ്സ്ക്രൈബർ കൗണ്ട് കൂട്ടി 1000ലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അതും അനുവദിക്കുന്ന കാര്യമല്ല, പക്ഷെ എല്ലാവരും ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് നമുക്കൊരു 10-20 സബ്സ്ക്രൈബറുടെ പ്രശ്നമേ ഉള്ളൂ. അത് അഡ്ജസ്റ്റ് ചെയ്തു നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്തു.
അപ്പോൾ നമുക്ക് എഫക്റ്റ് ആകുന്നത് ആ 10 പേരുടെ പ്രശ്നമേ ഉള്ളൂ. അവർ നമ്മുടെ വീഡിയോ ഒന്നും ഇനി കാണാൻ പോകുന്നില്ല, നമ്മൾ അവരുടെ വീഡിയോയും കാണാൻ പോകുന്നില്ല. നമ്മൾ ഇവരോടൊക്കെ പറഞ്ഞു, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, നമ്മളും പോയി സബ്സ്ക്രൈബ് ചെയ്യും. പക്ഷേ എന്തെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത ഒരു വീഡിയോ നമ്മൾ കാണുമോ? ഇല്ല. അപ്പോൾ ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. നല്ലത് കൊടുത്താൽ നല്ലത് കിട്ടും എന്നുള്ളത് മാത്രം കരുതിയാൽ മതി. നിങ്ങളുടെ കണ്ടന്റ് എന്താണോ, നിങ്ങളുടെ നീഷ് എന്താണോ, ആ നീഷ് അനുസരിച്ചുള്ള ആളുകളായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ചാനൽ ഗ്രോ ആവുകയുള്ളൂ. അപ്പോൾ ഈ സബ് ഫോർ സബ് അല്ലെങ്കിൽ സബ് ടു സബിന് പോകാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നിങ്ങൾ അങ്ങനെ ഒരു കൃത്രിമത്വം നടത്തി എന്ന് യൂട്യൂബിന് തോന്നിയാൽ അവർ നിങ്ങളോട് അനുമതി പോലും വാങ്ങിക്കാതെ നിങ്ങൾക്കുള്ള പണി പാഴ്സലായിട്ട് തരും. പുതിയ യൂട്യൂബേഴ്സ് ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളിലൊക്കെ പെടാറുണ്ട്. അത് പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും ഇതിന്റെ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോകരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ കോളാണിത്, അല്ലെങ്കിൽ ലൈക്ക് കോൾ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇത് അനുവദനീയമാണ്. യൂട്യൂബ് പറയുന്നുണ്ട്, നിങ്ങൾ 1, 2, 3 പ്രാവശ്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ, ലൈക്ക് ചെയ്യാൻ പറയൂ, കമന്റ് ഇടാൻ പറയൂ, ഷെയർ ചെയ്യാൻ പറയൂ. ഇതൊക്കെ യൂട്യൂബിൽ അനുവദനീയമാണ്. ഞങ്ങളുടെ വീഡിയോകളിലൊക്കെ പറയാറുണ്ട്. ആദ്യമേ വീഡിയോ തുടങ്ങുമ്പോഴേ നമ്മൾ പറഞ്ഞാൽ ചിലർ വന്നിട്ട് ചോദിക്കും, ഇത് കണ്ടു കഴിഞ്ഞിട്ടല്ലേ ലൈക്ക് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ ഞാനിപ്പോൾ സാധാരണഗതി ചെയ്യുന്ന അവസാനമേ പറയാറുള്ളൂ. നന്ദി, നമസ്കാരം.